നിങ്ങളിത് കണ്ടല്ലോ അല്ലേ? സന്തോഷ് പണ്ഡിറ്റ് വിഡ്ഢി ആയിക്കോട്ടെ, കൊമേഡിയൻ ആയിക്കോട്ടെ, മണ്ടൻ ആയിക്കോട്ടെ, എന്തു വേണേലും ആയിക്കോട്ടെ, പക്ഷെ ആൾ പറഞ്ഞ കാര്യം ശരിയല്ലേ? ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ ഷാർജയിലും ദുബായിലൊക്കെ കണ്ടതാണ്. ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു ഭർത്താവിൻ്റെ പീഡനം കാരണം. പൊന്നും പണവും കാറൊക്കെ കൊടുത്ത് നമ്മൾ കല്യാണം കഴിച്ചു വിട്ടത് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഇതൊക്കെ കൊടുത്തു വിട്ടത് എന്തിനാ? അവരെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതിന് പകരം സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ ഒരു പ്രോപ്പർട്ടി അവർക്കിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അവർക്കത് താമസിക്കാം, അവർക്കൊരു അസറ്റ് ഉണ്ടാവുമായിരുന്നു. അതല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈഫ് ലോങ് അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം അതിൽ നിന്ന് വരുമായിരുന്നു. ഈ പറഞ്ഞ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അസറ്റ് ദുബായിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നു. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട്, ഒരാളെ ആശ്രയിക്കാണ്ട് നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നില്ലേ? അവരിപ്പോഴും നമ്മുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടായിരുന്നില്ലേ? സോ ഒരുപാട് ഓഫേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സമ്മറായിട്ട് ദുബായ് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു പ്രൈസിൽ, ചെറിയ പ്രൈസിൽ തന്നെ പ്രോപ്പർട്ടി എടുക്കാനും പറ്റും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ അവർക്ക് വരുമാനം വരികയും ചെയ്യും. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡൗറി അതാവുമായിരുന്നല്ലേ? ഈ പറഞ്ഞ സ്വർണത്തിനും വണ്ടിക്കും അല്ലെങ്കിൽ ക്യാഷ് കോടികളൊക്കെ മുടക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. സോ ഞാൻ എൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ ഇനിയും മക്കളെ കല്യാണമൊക്കെ വരാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചിലപ്പോൾ അത് അവർക്കൊരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു അസറ്റ് ആയാലോ.